ഹലോ, അപ്പോൾ എല്ലാവർക്കും ബ്രൈറ്റ് എഡ്ജ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സൈക്കോളജിയുടെ വിവിധ ശാഖകളെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത് വ്യവഹാരങ്ങളെക്കുറിച്ചുള്ള പഠനമാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ മനുഷ്യൻ്റെ മാനസിക വ്യവഹാരങ്ങളെക്കുറിച്ചുള്ള പഠനത്തിലാണ് നമ്മുടെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഊന്നൽ നൽകുന്നതെങ്കിലും മറ്റു മേഖലകളിലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സൈക്കോളജി നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സൈക്കോളജി നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സൈക്കോളജീനെ മനഃശാസ്ത്രത്തെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. അടിസ്ഥാന മനഃശാസ്ത്രം അത് അല്ലെങ്കിൽ കേവല മനഃശാസ്ത്രം പ്യുവർ സൈക്കോളജി എന്നാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് പ്രയുക്ത മനഃശാസ്ത്രം അതായത് അപ്ലൈഡ് സൈക്കോളജി. ഇങ്ങനെ രണ്ട് തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സൈക്കോളജിയെ വിഭജിക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ലോജിക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ആ പേരിൽ നിന്ന് തന്നെ നമുക്കത് ഏതിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതൊന്നൊരു ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കുകയും ചെയ്യാം, നമുക്കൊരു മാർക്ക് നമുക്ക് കിട്ടും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഏരിയയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കണേ, അതിൻ്റെ ബാക്കി ഭാഗങ്ങളും കൂടി നമുക്ക് നോക്കാം. അടിസ്ഥാന മനഃശാസ്ത്ര ശാഖകൾ അല്ലെങ്കിൽ കേവല മനഃശാസ്ത്ര ശാഖകൾ പ്യുവർ സൈക്കോളജി, ഇതിൽ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ വരുന്ന ഒന്നാമത്തെയാണ് പൊതു മനഃശാസ്ത്രം അല്ലെങ്കിൽ സാമാന്യ മനഃശാസ്ത്രം, ജനറൽ സൈക്കോളജി എന്നൊക്കെ പറയും. അതായത് എന്താ, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടൂല്ലേ, നമ്മുടെ സാമാന്യ മനഃശാസ്ത്രം, അതായത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജനറൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ മനഃശാസ്ത്രത്തിൽ ഡീൽ ചെയ്യുന്നത്. അടുത്താണ് സാമൂഹ്യ മനഃശാസ്ത്രം, സോഷ്യൽ സൈക്കോളജി. അതുപോലെ പരീക്ഷണ മനഃശാസ്ത്രം, എക്സ്പെരിമെൻ്റൽ സൈക്കോളജി. വികാസ മനഃശാസ്ത്രം, ഡെവലപ്മെൻ്റൽ സൈക്കോളജി. വൈജ്ഞാനിക മനഃശാസ്ത്രം, കോഗ്നിറ്റീവ് സൈക്കോളജി. അപസാമാന്യ മനഃശാസ്ത്രം, അബ്നോർമൽ സൈക്കോളജി. പാരമ്പര്യ മനഃശാസ്ത്രം, നാഡീ മനഃശാസ്ത്രം, ശിശു മനഃശാസ്ത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം എവിടെയാണ്, നമ്മുടെ അടിസ്ഥാന മനഃശാസ്ത്ര ശാഖ അല്ലെങ്കിൽ കേവല മനഃശാസ്ത്ര ശാഖയിൽ വരുന്ന ഭാഗങ്ങളാണ്. ഇനി അടുത്തതാണ് പ്രയുക്ത മനഃശാസ്ത്ര ശാഖകൾ, അപ്ലൈഡ് സൈക്കോളജി. ഇതിൽ വരുന്നത് ഏതൊക്കെയാണ്, ചികിത്സാ മനഃശാസ്ത്രം, ക്ലിനിക്കൽ സൈക്കോളജി. വ്യാവസായിക മനഃശാസ്ത്രം, ഇൻഡസ്ട്രിയൽ സൈക്കോളജി. അപരാധ മനഃശാസ്ത്രം, ക്രിമിനൽ സൈക്കോളജി. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. അപരാധ മനഃശാസ്ത്രം അല്ലെ ക്രിമിനൽ സൈക്കോളജി, നമുക്ക് ആ പേരിൽ നിന്ന് ചിലപ്പോൾ ക്ലിക്കാകാൻ കുറച്ച് പാടുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ടേമാണ്. അപ്പോൾ അതുകൊണ്ട് അപരാധ മനഃശാസ്ത്രം, ക്രിമിനൽ സൈക്കോളജി. സൈനിക മനഃശാസ്ത്രം, മിലിറ്ററി സൈക്കോളജി. കായിക മനഃശാസ്ത്രം, സ്പോർട്സ് സൈക്കോളജി. നിയമ മനഃശാസ്ത്രം, ലീഗൽ സൈക്കോളജി. വിദ്യാഭ്യാസ മനഃശാസ്ത്രം, എഡ്യൂക്കേഷണൽ സൈക്കോളജി. അപ്പോൾ എന്താണ് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, പ്രയുക്ത മനഃശാസ്ത്രത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്താണ്, നമ്മുടെ സൈക്കോളജി അപ്ലൈ ചെയ്തിട്ടുള്ള ഏരിയാസാണ് അല്ലേ. ചികിത്സ, വ്യവസായം, അപരാധം അല്ലെങ്കിൽ ക്രിമിനൽ സൈക്കോളജി അല്ലെ, മിലിറ്ററി, സ്പോർട്സ്, നിയമം, എഡ്യൂക്കേഷൻ, ഇതിലൊക്കെ എന്താണ് ആ പറഞ്ഞ സൈക്കോളജി നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളോട് ഇവിടെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഒരു 4 ഓപ്ഷൻസ് തരും. അതിൽ നിന്ന് അടിസ്ഥാനം അല്ലെങ്കിൽ കേവലം മനഃശാസ്ത്ര ശാഖയിൽ പെടുന്നത് ഏതാണ്, അല്ലാത്തത് ഏതാണ്, പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ പെടുന്നത് ഏതാണ്, അല്ലാത്തത് ഏതാണ് എന്നുള്ള രീതിക്കാണ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോന്നിൻ്റെ കീഴിലും ഏതൊക്കെ സൈക്കോളജീസാണ് വരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം, നല്ല വൃത്തിയായിട്ട് നോക്കി വെക്കണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, എഴുതാനും പറ്റണം. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എഴുതാൻ പറ്റണം കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നന്നായിട്ട് നോക്കുക. അതുപോലെ ഇതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള അടുത്ത ഭാഗം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്